നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു മീനച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പമാണ്, അതേസമയം നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കിയിട്ട് നമുക്ക് കൂടുതൽ നാൾ വീട്ടിൽ സൂക്ഷിക്കാം, അതല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു വിടാനുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ഒരു മീനച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമാണ് 1 കിലോ ഉള്ളത്. ഇത് ചൂര മീനാണ്, അതായത് ട്യൂണ ഫിഷ്, കേര എന്നൊക്കെ പറയുന്ന മീനാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് ദശക്കട്ടിയുള്ള നെയ്മീനോ അതല്ലെങ്കിൽ മോതമീനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഈ മീനൊന്ന് വറുത്തിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. മീൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി അതിലെ വെള്ളമൊക്കെ വാർന്ന് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കാം നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മാത്രം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം, ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാകുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കാം. പിന്നെ മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ഉപ്പ് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ വിനാഗിരിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഏത് എണ്ണയിലാണ് മീൻ വറക്കാൻ ഉദ്ദേശിക്കുന്നത് ആ എണ്ണ കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടാണ് വറുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയിൽ വറുക്കുകയാണെങ്കിൽ മീനച്ചാർ കുറച്ച് കൂടുതൽ നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം, അതുകൊണ്ടാണ്. ഇനി അതല്ല, നമുക്ക് കുറച്ച് നാളൊക്കെ സൂക്ഷിച്ചാൽ മതി, പെട്ടെന്ന് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് ഓയിലിൽ വേണമെങ്കിലും വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ മീനിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് മസാലയൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 1/4 മണിക്കൂർ മുതൽ അരമണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അച്ചാറിനുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇത്ര എണ്ണ മതിയാകട്ടോ ഈ ഒരു മീൻ വറുത്ത് വരാൻ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മുഴുവനും ഇട്ട് കൊടുക്കുന്നില്ല, പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. മീനെല്ലാം നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ എണ്ണയിലേക്ക് ഇട്ടിട്ട് 2-3 മിനിറ്റ് ഇളക്കാതെ വെക്കാം, അതിലെ മസാലയൊക്കെ ഒന്ന് ഇളകി പോകാതിരിക്കാൻ. അതിനുശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഉൾഭാഗമൊക്കെ നന്നായിട്ട് മൂത്ത് വരണം, പുറംഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞും വരണം. മീൻ നന്നായിട്ട് മൂത്ത് വരുമ്പോഴായിരിക്കും അച്ചാർ കേടുകൂടാതെ കൂടുതൽ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുക. അപ്പോൾ മീനൊക്കെ ഇവിടെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്, മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുകയാണെങ്കിൽ ആ എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞു കിട്ടിക്കോളും. ഒരു സെറ്റ് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മീനും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് ഇളക്കാതെ വെക്കുക. പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മൂത്ത് വരുന്നവരെ അങ്ങ് വറുത്ത് കോരിയെടുക്കാം. ഇതുമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അച്ചാറിനുള്ള മീനിവിടെ മുഴുവൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമ്മൾ നേരത്തെ മീൻ വറുക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന നല്ലെണ്ണ ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. ആ എണ്ണ തന്നെ നമുക്കൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. കാരണം അതിൽ കരടൊക്കെ ഉണ്ടാവുമല്ലോ, അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അരിച്ചു മാറ്റിയിട്ട് ആ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. കാരണം എണ്ണ കൂടുതലുള്ളതായിരിക്കും നല്ലത്. അച്ചാർ കേടാകാതെ കൂടുതൽ നാൾ ഇരുന്നോളുമല്ലോ, അതുകൊണ്ടാണ്. എണ്ണയുടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്തൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് കുറച്ച് ചതച്ചും കൂടെ ചേർക്കുകയാണെങ്കിൽ ഗ്രേവി നല്ല തിക്കായിട്ട് ഇരുന്നോളും. ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും തന്നെ അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി തീരെ ചെറുതാണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതല്ലെങ്കിൽ നടുകെ ഒന്ന് പൊളിച്ചിട്ട് കൊടുക്കാം. ഇനി വലുതാണെങ്കിൽ ഒന്ന് 2-3 കഷ്ണമായിട്ടൊന്ന് മുറിച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 5 പച്ചമുളക് അരിഞ്ഞതും 4-5 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറുന്നവരെ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്നും ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി.
മുളകൊക്കെ നല്ലോണം ഒന്ന് മൊരിഞ്ഞു വന്നോട്ടെ കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികൾ ചേർക്കുന്നതിന് മുൻപായിട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക, അല്ലെങ്കിൽ തീ നന്നായിട്ട് അങ്ങ് കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. എരിവുള്ള മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളറിനും ചാറിനും നല്ലൊരു കൊഴുപ്പും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്, പെരിയ മുളക് പൊടി. പിന്നെ ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒരു 10 സെക്കൻഡ് വരെയൊക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇളക്കി മൂപ്പിച്ചെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 1/4 കപ്പ് വിനാഗിരി ഈ ഒരു സമയത്ത് ചേർക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ആദ്യം മീൻ വറുത്ത സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് വിനാഗിരി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കണം, എന്നാൽ മാത്രമേ അച്ചാർ കേടാകാതെ കൂടുതൽ നാൾ ഇരിക്കുകയുള്ളൂ. ഇതിലേക്ക് നമ്മൾ ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. 2 ടീസ്പൂണൊക്കെ കായം പൊടിച്ചത് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ ഉലുവ പൊടിച്ചതും കൂടെ ചേർക്കാം. ഉലുവ പൊടിച്ചത് അധികം ചേർക്കണ്ട, ഒരുപാടായിട്ടുണ്ടെങ്കിലും കയ്പായി പോകുമല്ലോ. അതുകൊണ്ടൊരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള അച്ചാറായിരിക്കും നമുക്ക് കിട്ടുക. ഇനി അതല്ല, കുറച്ച് ചാറുള്ള അച്ചാറാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ചാറിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചെന്ന് വെച്ചിട്ട് അച്ചാർ കേടായി പോകുമൊന്നുമില്ല. നല്ല വെട്ടി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ചാറ് കുറുകി വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് വിനാഗിരി ചേർക്കുകയാണെങ്കിൽ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അതല്ല, നമുക്ക് അച്ചാർ പിന്നെ നോക്കുമ്പോൾ പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ വിനാഗിരി തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരുന്ന മീൻ ചേർത്ത് കൊടുക്കാം. മീനും കൂടെ ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴായിരിക്കും ചാറൊക്കെ മീനിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് വരിക. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് എത്രയും ചാറ് വേണോ ആ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി. ചാറ് നമുക്കിപ്പോൾ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഇത് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ് വേണ്ടതെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമല്ല. അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തിന് ഓഫാക്കുകയാണ്. ഇത്ര ഒരു ചാറിൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ചാറൊക്കെ കണ്ടില്ലേ, നേരത്തെ കണ്ട അത്രയില്ല, നന്നായിട്ടൊന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അച്ചാർ ഇവിടെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടയുന്ന കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ട് സൂക്ഷിച്ചു വെക്കാം. മുഴുവനായിട്ട് ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കുന്നതിന് പകരമായിട്ട് 3-4 കുപ്പിയിലായിട്ട് സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഓരോ കുപ്പി ഉപയോഗിച്ചതിന് ശേഷം അടുത്ത കുപ്പി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൂടുതൽ നാൾ കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അച്ചാർ എപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഇട്ട് വെക്കാതെ ഇതുപോലെ ഉടയുന്ന കുപ്പിയിൽ ഇട്ട് വെക്കുക. പിന്നെ നല്ല ഉണങ്ങിയ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് അച്ചാർ എടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അച്ചാർ കേടാകാതെ കൂടുതൽ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണുന്നില്ല, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.